ഹായ് എവ്രി വൺ. ഇന്ന് നമ്മൾ ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിലെ പാഠഭാഗങ്ങളാണ് നോക്കുന്നത്. അതിൽ ഒന്നാമത്തെ യൂണിറ്റാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിൽ 4 ബ്ലോക്കാണ് വരുന്നത്. അതിൽ ഓരോ ബ്ലോക്കിലും 2 വീതം യൂണിറ്റ് ഉണ്ട്. ബ്ലോക്ക് 1 ചരിത്ര ടൂറിസത്തിന് ഒരു ആമുഖം. അതിലെ ഒന്നാമത്തെ യൂണിറ്റാണ് എന്താണ് ചരിത്ര ടൂറിസം. An introduction to historical tourism. വാട്ട് ഈസ് ഹിസ്റ്റോറിക്കൽ ടൂറിസം? അതാണ് ബ്ലോക്ക് 1ലെ ഒന്നാമത്തെ യൂണിറ്റ്. വിനോദസഞ്ചാരം എന്നത് വിനോദത്തിനും വിശ്രമത്തിനും വേണ്ടിയുള്ള യാത്രകളെ സൂചിപ്പിക്കുന്നു. ഇതൊരു വ്യക്തിയോ ഗ്രൂപ്പോ സ്വന്തം താമസ സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നടത്തുന്ന യാത്രയാണ്. വിനോദസഞ്ചാരം വിവിധ തരത്തിലുണ്ട്. അതിൽ 2 തരത്തിൽ പറയുന്നത്, ഒന്ന് ആഭ്യന്തര വിനോദസഞ്ചാരം, ഡൊമസ്റ്റിക് ടൂറിസം. 2 അന്താരാഷ്ട്ര വിനോദസഞ്ചാരം, ഇൻ്റർനാഷണൽ ടൂറിസം. ആഭ്യന്തര വിനോദസഞ്ചാരം എന്നത് ഒരു രാജ്യത്തിനുള്ളിൽ തന്നെയുള്ള യാത്രകൾ, അതാണ് ആഭ്യന്തര വിനോദസഞ്ചാരം. അതേപോലെ അന്താരാഷ്ട്ര വിനോദസഞ്ചാരം ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് നടത്തുന്ന വിനോദസഞ്ചാരമാണ് അന്താരാഷ്ട്ര വിനോദസഞ്ചാരം. വിനോദസഞ്ചാരത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ വിശ്രമം, വിനോദം, വിജ്ഞാനം എന്നിവ നേടുക, പുതിയ സ്ഥലങ്ങളും സംസ്കാരങ്ങളും പരിചയപ്പെടുക, പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ സഹായിക്കുക, സാംസ്കാരിക കൈമാറ്റം പ്രോത്സാഹിപ്പിക്കുക. കേരളത്തിൽ വിനോദസഞ്ചാരത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കേരളത്തിലെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വിനോദസഞ്ചാരം കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ സംഭാവന നൽകുന്നു. ഇത് നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ചരിത്രപരമായ ടൂറിസം ഒരു ആമുഖം. ചരിത്രപരമായ ടൂറിസം എന്നത് ചരിത്രപരമായ പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലേക്കുള്ള യാത്രകളെ സൂചിപ്പിക്കുന്നു. ഇത് ഭൂതകാലവുമായി ബന്ധം സ്ഥാപിക്കാനും വ്യത്യസ്ത സംസ്കാരങ്ങളെ മനസ്സിലാക്കാനും ലോകത്തെ രൂപപ്പെടുത്തിയ സംഭവങ്ങളെക്കുറിച്ച് പഠിക്കാനുമുള്ളൊരു മാർഗമാണ്. അതാണ് ചരിത്രപരമായ ടൂറിസം. അതിൽ പുരാതന അവശിഷ്ടങ്ങൾ, പുരാവസ്തു സ്ഥലങ്ങൾ, ചരിത്രപരമായ കെട്ടിടങ്ങൾ, സ്മാരകങ്ങൾ, ലാൻഡ്മാർക്കുകൾ, മ്യൂസിയങ്ങളും ചരിത്രപരമായ സംഘടനകളും യുദ്ധക്കളങ്ങളും മറ്റ് ചരിത്രപരമായ സംഭവങ്ങളുടെ സ്ഥലങ്ങളും എന്നിവയൊക്കെ ഉൾപ്പെടുന്നു. അതേപോലെ തന്നെ ചരിത്രപരമായ ടൂറിസത്തിൻ്റെ പ്രധാന വശങ്ങൾ എന്തൊക്കെ? സാംസ്കാരിക പൈതൃകം. ചരിത്രപരമായ ടൂറിസം സാംസ്കാരിക പൈതൃകവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ വിദ്യാഭ്യാസവും പഠനവും. ചരിത്രപരമായ ടൂറിസത്തിൻ്റെ പ്രധാന ലക്ഷ്യം അറിവും ധാരണയും നേടുക എന്നതാണ്. പാഠപുസ്തകങ്ങൾക്കപ്പുറം ചരിത്രം പഠിക്കാനുള്ള ഒരു പ്രായോഗിക മാർഗമാണിത്. സംരക്ഷണം. ഉത്തരവാദിത്തമുള്ള ചരിത്രപരമായ ടൂറിസം ചരിത്രപരമായ സ്ഥലങ്ങളും സാംസ്കാരിക പൈതൃകവും സംരക്ഷിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. അതേപോലെ സാമ്പത്തിക സ്വാധീനം. ചരിത്രപരമായ ടൂറിസം സമൂഹങ്ങൾക്ക് ഒരു പ്രധാന സാമ്പത്തിക ഉത്തേജകമാകും. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും പ്രാദേശിക ബിസിനസ്സുകളെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. ചരിത്രപരമായ പശ്ചാത്തലം. ആധുനിക ടൂറിസം ജനപ്രീതിയിൽ കുതിച്ചുചാട്ടം നടത്തിയിട്ടുണ്ടെങ്കിലും ചരിത്രപരമായ പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള ആഗ്രഹം നൂറ്റാണ്ടുകളായി നിലവിലുണ്ട്. പുരാതന തീർത്ഥാടനങ്ങൾ മുതൽ യൂറോപ്പിൻ്റെ ഗ്രാൻഡ് ടൂർ വരെ ആളുകൾ എപ്പോഴും ഭൂതകാലത്തിലേക്ക് ആകർഷിക്കപ്പെട്ടിട്ടുണ്ട്. ഗതാഗത വികസനവും ഒഴിവുസമയ വർധനവും ചരിത്രപരമായ ടൂറിസം ലോക ജനസംഖ്യയുടെ വലിയൊരു വിഭാഗത്തിന് കൂടുതൽ പ്രാപ്യമാക്കി. ഇനി പ്രധാന പരിഗണനകൾ. ഉത്തരവാദിത്ത ടൂറിസം. ചരിത്രപരമായ സ്ഥലങ്ങളുടെ സമഗ്രതയെ ബഹുമാനിക്കുകയും പാരിസ്ഥിതിക ആഘാതം കുറയ്ക്കുകയും ചെയ്യുന്ന ഉത്തരവാദിത്തമുള്ള ചരിത്രപരമായ ടൂറിസം പരിശീലിക്കേണ്ടത് അത്യാവശ്യമാണ്. ആധികാരികത. വിനോദസഞ്ചാരികൾ പലപ്പോഴും ആധികാരികമായ അനുഭവങ്ങൾ തേടുന്നു. ചരിത്രം കൃത്യമായും ബഹുമാനത്തോടെയും അവതരിപ്പിക്കേണ്ടത് പ്രധാനമാണ്. ചരിത്രപരമായ ടൂറിസം ഭൂതകാലവുമായി ഇടപഴകാനും വ്യത്യസ്ത സംസ്കാരങ്ങളെക്കുറിച്ച് പഠിക്കാനും നമ്മുടെ പൊതു പൈതൃകത്തിൻ്റെ സംരക്ഷണത്തിന് സംഭാവന നൽകാനുമുള്ള ഒരു വിലപ്പെട്ട മാർഗം വാഗ്ദാനം ചെയ്യുന്നു. വിനോദസഞ്ചാരത്തിൻ്റെ വിവിധ തരങ്ങൾ. അതായത് വിനോദസഞ്ചാരം എന്നത് വിവിധ ലക്ഷ്യങ്ങളോടും താല്പര്യങ്ങളോടും കൂടിയുള്ള യാത്രകളെ സൂചിപ്പിക്കുന്നു. അതിലൊന്ന് പ്രകൃതി വിനോദസഞ്ചാരം. പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനും സംരക്ഷിക്കാനുമുള്ള യാത്രകൾ, അതാണ് പ്രകൃതി വിനോദസഞ്ചാരം. വനങ്ങളിലേക്കും കുന്നുകളിലേക്കും വെള്ളച്ചാട്ടങ്ങളിലേക്കുമുള്ള യാത്രകൾ ഇതിൽ ഉൾപ്പെടുന്നു. ഉദാഹരണമാണ് വയനാട്, മൂന്നാർ, തേക്കടി. സാംസ്കാരിക വിനോദസഞ്ചാരം. ഒരു പ്രദേശത്തിൻ്റെ സംസ്കാരം, പാരമ്പര്യം, കല, ജീവിത രീതി എന്നിവ അടുത്തറിയാനുള്ള യാത്രകളാണ് സാംസ്കാരിക വിനോദസഞ്ചാരം. ചരിത്രപരമായ വിനോദസഞ്ചാരം. ചരിത്രപരമായ സ്ഥലങ്ങൾ, സ്മാരകങ്ങൾ, പുരാവസ്തു കേന്ദ്രങ്ങൾ എന്നിവ സന്ദർശിക്കുന്ന വിനോദസഞ്ചാരമാണ് ചരിത്രപരമായ വിനോദസഞ്ചാരം. ഇനി സാഹസിക വിനോദസഞ്ചാരം. സാഹസികമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വിനോദസഞ്ചാരങ്ങളാണ് സാഹസിക വിനോദസഞ്ചാരം. ആരോഗ്യ വിനോദസഞ്ചാരം. ആരോഗ്യപരമായ
ചരിത്രപരമായ ആവശ്യങ്ങൾക്കായി നടത്തുന്ന യാത്രകളാണ് ആരോഗ്യ വിനോദസഞ്ചാരം. തീർത്ഥാടന വിനോദസഞ്ചാരം മതപരമായ സ്ഥലങ്ങളിലേക്കുള്ള യാത്രകൾ. ക്ഷേത്രങ്ങൾ, പള്ളികൾ, മോസ്കുകൾ എന്നിവ സന്ദർശിക്കുന്നത് ഇതിൽപ്പെടുന്നു. ശബരിമല, ഗുരുവായൂർ, വേളാങ്കണ്ണി ഇതെല്ലാം ഉദാഹരണങ്ങളാണ്. ഗ്രാമീണ വിനോദസഞ്ചാരം ഗ്രാമീണ ജീവിതം അടുത്തറിയാനുള്ള യാത്രകളാണിത്. കൃഷിയിടങ്ങൾ, ഗ്രാമീണ ഉത്സവങ്ങൾ, നാടൻ കലകൾ എന്നിവ സന്ദർശിക്കുന്നതാണ് ഗ്രാമീണ വിനോദസഞ്ചാരം. ബിസിനസ് പരമായ വിനോദസഞ്ചാരം, കായിക വിനോദസഞ്ചാരം. കായിക മത്സരങ്ങൾ കാണാനും പങ്കെടുക്കാനുമുള്ള യാത്രകളാണ് കായിക വിനോദസഞ്ചാരം. അതുപോലെ ബിസിനസ് ആവശ്യങ്ങൾക്കായി നടത്തുന്ന സഞ്ചാരങ്ങളാണ് ബിസിനസ് വിനോദസഞ്ചാരം. ചരിത്രപരമായ ടൂറിസവും സാമ്പത്തിക സ്വാധീനവും. ഹിസ്റ്റോറിക്കൽ ടൂറിസം ആൻഡ് എക്കണോമിക് ഇമ്പാക്റ്റ്. ചരിത്രപരമായ ടൂറിസം ഒരു പ്രദേശത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ കാര്യമായ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലേക്കുള്ള യാത്രകൾ പ്രാദേശിക സമൂഹങ്ങൾക്ക് സാമ്പത്തിക നേട്ടങ്ങൾ നൽകുന്നു. ഇതിൻ്റെ പ്രധാന വശങ്ങൾ താഴെ നൽകുന്നു. 1. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. ക്രിയേറ്റ്സ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ചരിത്രപരമായ ടൂറിസം ഗൈഡുകൾ, ഹോട്ടൽ ജീവനക്കാർ, റെസ്റ്റോറൻറ്റ് ജീവനക്കാർ, കരകൗശല വിദഗ്ധർ തുടങ്ങിയ വിവിധ മേഖലകളിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അതേപോലെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നു. ഇറ്റ് ബൂസ്റ്റ്സ് ലോക്കൽ എക്കണോമി. വിനോദസഞ്ചാരികൾ താമസ സ്ഥലം, ഭക്ഷണം, ഗതാഗതം, ഷോപ്പിംഗ് എന്നിവയ്ക്കായി പണം ചെലവഴിക്കുന്നു. ഇത് പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നു. അടിസ്ഥാന സൗകര്യ വികസനം. വിനോദസഞ്ചാരികളുടെ സൗകര്യത്തിനായി റോഡുകൾ, ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ വികസിപ്പിക്കുന്നുണ്ട്. സാംസ്കാരിക പൈതൃക സംരക്ഷണം. കൾച്ചറൽ ഹെറിറ്റേജ് പ്രിസർവേഷൻ. ചരിത്രപരമായ ടൂറിസം ചരിത്രപരമായ സ്ഥലങ്ങളുടെയും സ്മാരകങ്ങളുടെയും സംരക്ഷണത്തിന് ആവശ്യമായ പണം കണ്ടെത്താൻ സഹായിക്കുന്നു. പ്രാദേശിക ഉൽപ്പന്നങ്ങളുടെ വിപണനം. അതേപോലെ നികുതി വരുമാനം, അന്താരാഷ്ട്ര ബന്ധങ്ങൾ. നികുതി വരുമാനം എന്ന് പറയുമ്പോൾ വിനോദസഞ്ചാര മേഖലയിൽ നിന്നുള്ള നികുതി വരുമാനം സർക്കാരിന് ലഭിക്കുന്നു. അന്താരാഷ്ട്ര ബന്ധങ്ങൾ. ചരിത്രപരമായ ടൂറിസം വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. സാംസ്കാരിക കൈമാറ്റത്തിനും പരസ്പര ധാരണക്കും ഇത് അവസരമൊരുക്കുന്നു. ഇനി നമുക്ക് ഈ ഒരു യൂണിറ്റിലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോക്കാം. 1. വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് ടൂറിസം? ടൂറിസത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യം. വിനോദത്തിനും വിശ്രമത്തിനും ഉല്ലാസത്തിനുമായി വീട്ടിൽ നിന്ന് മാറി സമയം ചെലവഴിക്കുക. അതാണ് പ്രാഥമിക ലക്ഷ്യം. വാട്ട് ഈസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻ്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് ടൂറിസം? അന്താരാഷ്ട്ര ടൂറിസവും ആഭ്യന്തര ടൂറിസവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ്? പാസ്പോർട്ടുകളുടെയും കറൻസി പ്രവർത്തനത്തിൻ്റെയും ആവശ്യകത. എന്ന് വെച്ചാൽ ആഭ്യന്തര ടൂറിസം എന്ന് പറയുന്നത് രാജ്യത്തിന് പുറത്തേക്ക് പോകുന്നില്ല. അതായത് അന്താരാഷ്ട്ര ടൂറിസം ആണെങ്കിൽ ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നു. വിച്ച് ഹിസ്റ്റോറിക്കൽ പീരീഡ് മാർക്ക്ഡ് ദ ഒറിജിൻ ഓഫ് മോഡേൺ ടൂറിസം? ആധുനിക ടൂറിസത്തിൻ്റെ ഉത്ഭവം അടയാളപ്പെടുത്തിയ ചരിത്ര കാലഘട്ടം. പ്രധാനമായിട്ടും നമ്മൾ ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കി വെക്കണം. നമുക്ക് മലയാളത്തിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻ വായിച്ച് മലയാളത്തിൽ ആൻസർ ചെയ്യണം. അപ്പോൾ ആധുനിക ടൂറിസത്തിൻ്റെ ഉത്ഭവം അടയാളപ്പെടുത്തിയ ചരിത്ര കാലഘട്ടം. വിച്ച് ഹിസ്റ്റോറിക്കൽ പീരീഡ് മാർക്ക്ഡ് ദ ഒറിജിൻ ഓഫ് മോഡേൺ ടൂറിസം? പടിഞ്ഞാറൻ യൂറോപ്പിലെ 17-ാം നൂറ്റാണ്ട്. വാട്ട് ഈസ് ദ മെയിൻ ഫോക്കസ് ഓഫ് കൾച്ചറൽ ടൂറിസം? കൾച്ചറൽ ടൂറിസത്തിൻ്റെ ഫോക്കസ് എന്താണ്? ഒരു രാജ്യത്തിൻ്റെയോ പ്രദേശത്തിൻ്റെയോ സംസ്കാരം, ചരിത്രം, കല എന്നിവയെക്കുറിച്ച് പഠിക്കുക. അതാണ് കൾച്ചറൽ ടൂറിസത്തിൻ്റെ ഫോക്കസ്. വിച്ച് ടൈപ്പ് ഓഫ് ടൂറിസം ഇൻവോൾവ്സ് വിസിറ്റിംഗ് പ്ലേസസ് ഓഫ് റിലീജിയസ് സിഗ്നിഫിക്കൻസ്? ഏത് ടൈപ്പ് ടൂറിസമാണ് മതപരമായ പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത്? മതപരവും ആത്മീയവുമായ ടൂറിസം. വാട്ട് ഈസ് ദ പ്രൈമറി ഗോൾ ഓഫ് ഇക്കോ ടൂറിസം? ഇക്കോ ടൂറിസത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? പ്രകൃതി പ്രദേശങ്ങൾ സംരക്ഷിക്കുന്നതിനും പ്രാദേശിക സമൂഹങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നതിനും. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻറ്റ് എക്കണോമിക് ഇമ്പാക്റ്റ് ഓഫ് ടൂറിസം? ടൂറിസത്തിൻ്റെ പ്രധാന സാമ്പത്തിക ആഘാതം എന്താണ്? വർദ്ധിച്ച തൊഴിലവസരങ്ങളും മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളും. റൈറ്റ് എനി 2 എക്സാമ്പിൾസ് ഓഫ് എ സോഫ്റ്റ് അഡ്വഞ്ചർ ആക്ടിവിറ്റി. മൃദുവായ സാഹസിക പ്രവർത്തനത്തിൻ്റെ ഏതെങ്കിലും 2 ഉദാഹരണങ്ങൾ എഴുതുക. കാൽനട യാത്രയും ബൈക്കിങ്ങും. വാട്ട് ഈസ് ദ മേജർ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓഫ് ടൂറിസം ഓൺ ലോക്കൽ എക്കണോമിക്സ്? പ്രാദേശിക സമ്പദ് വ്യവസ്ഥയിൽ ടൂറിസത്തിൻ്റെ പ്രധാന പ്രതികൂല സ്വാധീനം എന്താണ്? പ്രാദേശിക സേവനങ്ങൾക്കും ചരക്കുകൾക്കുമുള്ള വർദ്ധിച്ചു വരുന്ന ചെലവുകൾ. വാട്ട് ഈസ് ദ ടേം ഫോർ ടൂറിസം ഫോക്കസിംഗ് ഓൺ നാച്ചർ കൺസർവേഷൻ? പ്രകൃതി സംരക്ഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ടൂറിസത്തിൻ്റെ പദം എന്താണ്? ഇക്കോ ടൂറിസം.
നാച്ചർ കൺസർവേഷൻ്റെ ഫോക്കസ് ചെയ്യുന്ന പദമാണ് ഇക്കോ ടൂറിസം. 10 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു യൂണിറ്റിൽ വരുന്നത്.